യൂഷ്വലി ഞങ്ങൾ എപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോഴും സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ പോയി കാണുന്ന ആൾക്കാരാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ക്രൗഡ് അധികം പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം എമ്പുരാൻ്റെ സെക്കൻഡ് ഡേയിൽ, എമ്പുരാൻ റിലീസ് ചെയ്ത സെക്കൻഡ് ഡേയിൽ നമ്മൾ പോയി കണ്ടു. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് വി ഹാവ് മെയ്ഡ്. ടിക്കറ്റ് യാദൃശികമായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കുറച്ച് പേര് പോകാൻ തീരുമാനിച്ചപ്പോൾ കിട്ടിയതാണ്. സോ അത് കാരണം കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റിയത്. ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന ഈ എമ്പുരാൻ റിലേറ്റഡ് ന്യൂസും കാരണം എല്ലാം കൊണ്ട് നമ്മൾ ആ ഡിസിഷൻ എടുത്തത് വളരെ കറക്റ്റായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. മാക്സിമം നമുക്ക് സ്പോയിലർ ഇല്ലാതെ തന്നെ പറയാൻ നോക്കാം. അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ ഉള്ളിലേക്കും ടൂ മച്ച് ഇറങ്ങി ചെല്ലുന്നില്ല. നമുക്ക് സിനിമ എന്ന് പറയുന്ന ആ ഒരു എന്റർടൈൻമെന്റ്, ആ ഒരു പാർട്ട്, എമ്പുരാന്റെ എന്റർടൈൻമെന്റ് പാർട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് പോലെ സിനിമയുടെ ഒരു തുടക്കം ഭയങ്കര അതിഗംഭീരം, പിന്നീട് ഒരു ഇറക്കമുണ്ട്, പിന്നെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഒരു കയറ്റമുണ്ട്. എങ്കിലും പൊതുവെ സിനിമ ഒരു താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു ഫീല് ഞങ്ങൾക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്? അതെ, ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂറോളം അത്ര ഹൈപ്പായിരുന്നു, അത്ര ഒരു ഫീല് തന്നു സിനിമ. അതിനുശേഷം പിന്നെ ലാലേട്ടൻ്റെ വരവും കാര്യങ്ങളും അങ്ങനെ പതുക്കെ ഉണ്ട്. നമുക്ക് ഫീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയോ നമ്മളിലേക്ക് എത്തുന്നില്ലാത്ത പോലത്തെ ഒരു ഫീലായിരുന്നു. അതങ്ങോട്ട് ശരിയായില്ലാത്ത പോലെ. അത് കാരണം നമ്മൾ കുറച്ച് ഡൗൺ ആയി. തുടക്കം പറയണമല്ലോ, അത് അതിഗംഭീരം എന്ന് പറയാൻ നമ്മൾ പിടിച്ചിരുത്തി കഴിയും. അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും ഹൈ ആകും. അതാണ്, അത്രയും ഹൈ ആകുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെയും നമ്മൾ അതുപോലത്തെ ഹുക്കിംഗ് ആയിട്ടുള്ള സീൻസ് അല്ലെ, അതേപോലത്തെ എൻഗേജിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ ഒരു 25 മിനിറ്റ്സിൽ അല്ലെ 30 മിനിറ്റ്സിലുള്ള ആ ഒരു രീതിയിലുള്ള പ്രകടനങ്ങൾ അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഒരു സ്ലോ പേസ് വരുമ്പോഴത്തേനും നമുക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ തുടക്കം ഒരു ഗ്രിപ്പിംഗ് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ലെവൽ പെർഫോമൻസും എല്ലാം അതിലുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. എനിവേ, സിനിമയുടെ സ്ട്രോങ്കസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. ഹാൻഡ്സ് ഓഫ് ടു പൃഥ്വിരാജ് ആൻഡ് ഓൾ ദി ക്രൂസ്. ഇതിനകത്തുള്ള എല്ലാ ടെക്നിക്കൽ ലെവലിലുള്ള സംഭവങ്ങളും ഭയങ്കര സൂപ്പറായിരുന്നു. ആൻഡ് ഇത് പുൾ ഓഫ് ചെയ്തത് നമ്മളുടെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ആണെന്നുള്ളത് നമുക്ക് അത് ഭയങ്കരമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് ലൈക്ക് എ മൈൽ സ്റ്റോൺ സെറ്റിംഗ് ആയിരുന്നു ശരിക്കും. ഈ സിനിമയ്ക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും നമുക്കിത് എടുത്ത് പുറത്ത് കാണിക്കാൻ പറ്റും. പുറത്ത് മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമയാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം അത്രയും അടിപൊളി ഒരു മേക്കിംഗ് ആണ്. ഇപ്പം ഞാൻ ഒരുപാട് ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന ഒരാളാണ്, ഏറ്റവും കൂടുതൽ അതിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ലെവലൊരു മേക്കിംഗ് എന്തുകൊണ്ട് നമ്മുടെ സിനിമകൾക്ക് ഇല്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലരും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇതിലങ്ങനെ പ്രശ്നങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് 100% പെർഫെക്റ്റ്. പക്ഷേ സ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാള സിനിമ അതാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. അതിനെ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് പൃഥ്വിരാജ് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു വിഷനും അംബീഷനുമാണ്. അത് നമുക്ക് അംഗീകരിച്ചു തന്നെ പറ്റും, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും സൂപ്പറാണ്. ഇതിനകത്ത് അവരവരുടെ 100% കൊടുത്തിട്ടുണ്ട് മേക്കിങ്ങിന്റെ കാര്യത്തിൽ. ദിസ് ഇസ് വൺ ഓഫ് ദ ലെജൻഡ് മൂവി. അതെ, പക്ഷേ ആ ഗുഡ്നെസ് സിനിമയുടെ ആ ഒരു സ്റ്റോറിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നി. കാരണം പലപ്പോഴും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്. ഈ സ്റ്റോറി ഒരു മെസ്സേജ് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു ബാക്ക് സ്റ്റോറി നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റോറിയെ നിന്ന് നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരു ഫോക്കസ് ഈ സിനിമ എടുത്തു കളയുന്നുണ്ട്. കാരണം നമ്മളതിൻ്റെ മേക്കിങ്ങിലും അതിൻ്റെ ആ ഒരു അടിപൊളി നെസ്സിലും ഒക്കെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ മൂവിയുടെ ആ ഒരു ട്രാക്കിൽ നിന്ന് പതുക്കെ മാറുന്നുണ്ട്. ആ ഒരു ഹോളിവുഡ് ലെവലിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും ചില അവസരത്തിൽ അത് ഇന്ത്യൻ ഫാൻസിന് വേണ്ടിയും കൂടി ആക്കാൻ വേണ്ടി ഇന്ത്യൻ ലെവലിലുള്ള ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ആ ഒരു രീതിയിലേക്ക് വരുന്നു. അപ്പൊ നമുക്ക് അപ്പൊ കിട്ടി വരെയുള്ള ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ഇല്ലാതായി പോകണം. ആ ഒരു സംഭവം വരുന്നത് കൊണ്ട് നൈസ് ആയിരുന്നു. കാരണം നമുക്ക് ടൈം ടു ടൈം നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ഓക്കെ, വി ആർ വാച്ചിങ് മലയാളം മൂവി. ഇപ്പൊ തന്നെ ലൂസിഫർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫറിൽ കുറച്ചും കൂടി നമ്മുടെ കേരളവുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം പറയുന്ന അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കൂടുതലും സീൻസ് ഉണ്ടായിരുന്നത്. കൂടുതലും കേരളത്തിൽ തന്നെയായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറിച്ചായിരുന്നു ആ സിനിമ മൊത്തത്തിൽ. സോ അത് നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി. മോഹൻലാൽ ആ സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മൾ ഒരുപാട് നെഞ്ചിലേറ്റി. ഇവിടെ വരുമ്പോഴത്തേനും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ കൊച്ചു കേരളത്തിലെ ഒരു MLA ആയിട്ട് നിന്നിട്ട് ആ ഒരു ലെവലിൽ പെർഫോം ചെയ്ത് അത്രയും
അബ്രഹാം ഖുറൈഷി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയിൽ നമുക്ക് എവിടെയോ എക്സ്പെക്ടേഷൻ കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അത്രയും അങ്ങോട്ട് എത്തിയില്ലാത്ത പോലെ. അപ്പൊ അതും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കുറച്ചൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നു സ്ലോ മോഷൻ ആൻഡ് രംഗങ്ങളൊക്കെയാണ് കുറെ കൂടി മാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ അതിനേക്കാൾ ഉപരി എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. എസ്പെഷ്യലി ഇപ്പോൾ കേരളത്തിലെ രംഗങ്ങൾ കാണിക്കുമ്പം അതിലെ പൊളിറ്റിക്സ്, അതിൻ്റെ പുറകിലുള്ള ട്രിക്സ് ആൻഡ് കാര്യങ്ങൾ, ഇതിലൊക്കെ സ്റ്റീഫൻ നെടുമ്പള്ളി ഇടപെടുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റു പല കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഖുറൈഷി അബ്രാമും ഇതേപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡ് ഗെയിമും കാര്യങ്ങളും പിന്നെ സട്ടിലായിട്ടുള്ള മാസ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി പോയെന്ന് എനിക്ക് ശരിക്കും തോന്നി. പറഞ്ഞു വരുമ്പോൾ എന്ന് വെച്ചാൽ ലൂസിഫർ ഈസ് എ വെൽ ക്രാഫ്റ്റഡ് മൂവി. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എമ്പുരാൻ ഒരുപാട് താഴെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നമുക്ക് നല്ല കമ്പയർ ചെയ്യണ്ട. കമ്പയർ ചെയ്യുമ്പോഴേക്കും ഞാൻ പറയുന്നത് ഇതിനകത്ത് മേക്കിംഗ് വെച്ചിട്ട് എമ്പുരാൻ ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ആൻഡ് മൊമെന്റ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും വന്നിട്ടില്ല. ഇതിലെ കേരള സീൻസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. കേരളത്തിലുള്ള എല്ലാ സീൻസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയ ലെവലിലുള്ളതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറിയ ഗ്ലിംസ് ആണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മഞ്ജു വാര്യറിന്റെ പെർഫോമൻസ് ആണ്. ഇതില് പുള്ളിക്കാരി ഭയങ്കര മാസമായിരുന്നു, ശരിക്കും സൂപ്പറായിരുന്നു. ആ ഒരു പാവം ലേഡിയിൽ നിന്നുള്ള ആ ഒരു ഭയങ്കര പവർഫുൾ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലുള്ള ആ ഒരു റൈസ് ഭയങ്കര സൂപ്പറായിരുന്നു. ആൻഡ് ഷീ ഡിഡ് റിയലി വെൽ ഇൻ ദാറ്റ്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ സ്പേസ് വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നല്ലതാണെങ്കിലും അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വർക്ക് അതിൽ വേണമായിരുന്നെന്ന് തോന്നി. കാരണം ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്തത് ഇതിൽ വളരെ കുറവാണ്. കാരണം എല്ലാവരുടെയും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. അപ്പം ലൂസിഫർ കണ്ടതിൻ്റെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാവുന്നവർക്ക് ഇത് കുറച്ചുകൂടി പെട്ടെന്ന് മേ ബി ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ആസ് ആൻ ഇൻഡിവിജ്വൽ മൂവി ഇതിൽ കുറച്ചുകൂടി ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടതായിരുന്നു. സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ശ്രദ്ധ അവർ കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നി. അതിന് വേറൊരു റീസൺ ഉള്ളത്, ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പറയുന്നുണ്ട്. ലൈക്ക് ഒരുപാടുണ്ട് ഈ ഒരു സിനിമയിൽ പറയാനായിട്ട്. സോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്റ്റാബ്ലിഷ്മെന്റിന് ഒട്ടും സമയം ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ തന്നെ ഇപ്പം ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. പക്ഷേ ഇൻ ടൈം സിനിമ കുറെ രംഗങ്ങൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ചില ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഇപ്പം ചില മാസ് സീൻസ് ആണെങ്കിലും ഒരുപാട് സമയം അത് എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് മൂവി കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു വലിച്ചിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു വലിച്ചിൽ പല ഘട്ടങ്ങളിലും സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഇൻട്രോ ടൈറ്റിൽസ് തന്നെയാണ്. കാരണം അതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ തരത്തിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ സോങ് ഒക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ മകൾ പാടിയതും ഒക്കെ വളരെ മനോഹരമായിരുന്നു. ആ ഒരു ഇൻട്രോ ടൈറ്റിൽ അടിപൊളിയായിരുന്നു. അത് പറയുമ്പോൾ തന്നെ സിനിമയിൽ പിന്നീട് ഈ സോങ്സ് ആൻഡ് മ്യൂസിക്സ് വരുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ റിപ്പീറ്റ് അടിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കതൊരു ലൗഡ്നെസ് മാത്രമായിട്ട് മാറുന്ന ലെവലിലേക്കും കുറേ പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും എനിക്കത് ഫീൽ ചെയ്തത്. തിയേറ്ററിലിരുന്നപ്പോൾ ഭയങ്കര ലൗഡ്നെസ് മാത്രമായിട്ട് അത് മാറുന്നുണ്ടായിരുന്നു. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വളരെ മനോഹരമായിരുന്നു. ഓവറോൾ പറഞ്ഞു കഴിയുമ്പോൾ സിനിമ വാസ് റിയലി ഗുഡ്. നെഗറ്റീവ്, അതിൻ്റെ മെയിൻ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത്, നമ്മുടെ തമിഴ് സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് സംസാരിക്കും. അതിൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ടാവും. പക്ഷേ ആ സിനിമ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നായകൻ്റെ ഇടപെടലുകൾ കൊണ്ട് ആണ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുന്നത്. ഒരു മാൻ പവർ അല്ലെങ്കിൽ മസിൽ പവർ അവിടെ തീർച്ചയായിട്ടും വേണം എന്ന രീതിയിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെസ്സേജിനെ അവർ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നില്ല. മാത്രമല്ല ആ സിനിമയിൽ ആ മെസ്സേജിനേക്കാളും നായകൻ്റെ പെർഫോമൻസിനും മാസനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. എമ്പുരാനും ആ ഒരു ലെവലിലേക്ക് പോയതുപോലെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇൻസ്റ്റഡ് അതിന് കുറച്ചുകൂടി ഇപ്പോൾ ലൂസിഫറിലെ പോലെ കുറച്ചുകൂടി ഒരു ഡിസ്കഷൻ ഉള്ളൊരു ഓപ്ഷൻ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതാണ് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേന് ഇതൊരു ജസ്റ്റ് ഒരു പ്രതികാര മൂവി മാത്രമായി പോകുന്ന പോലെ ചുരുങ്ങിപ്പോയി. അതിന്റെ ഒരു വൈഡ് സ്പെക്ട്രത്തിൽ നിന്ന് പെട്ടെന്ന് അതങ്ങ് ഡൗൺഗ്രേഡ് ആയിപ്പോയി. അത്രയേ ഉള്ളൂ. അതാണോ അതിന്റെ സൊല്യൂഷൻ എന്ന് തോന്നുന്ന രീതിയിലേക്ക് ചുരുങ്ങിപ്പോയി. ഈ മൂവി ഇനിയിപ്പോൾ വ്യാഴാഴ്ച മുതൽ ഇതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ ആയിരിക്കും, സെൻസേർഡ് വേർഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട്
16 സീൻസ് എന്തോ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മോസ്റ്റ് പ്രോബബ്ലി അതാ തുടക്ക ഭാഗത്തു നിന്നുള്ളതായിരിക്കും കട്ട് ചെയ്യുക എന്നുള്ളതിനൊരു ചാൻസ് നല്ലോണം ഉണ്ട്. പക്ഷെ അതാണ് ഇതിന്റെ ഒരു എന്താ പറയുക, ഇതിന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പാർട്ട് ഈ സിനിമയുടെ അതാണ്. ദാറ്റ് ഈസ് ദ സോൾ ഓഫ് ദിസ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞു ഈ സിനിമയിൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കുറച്ച് നല്ല രംഗങ്ങളെ പിന്നെ സിനിമയിൽ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് തന്നെ നമുക്ക്. സോ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇത് കാണുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഇത് കാണുന്നത് വ്യാഴാഴ്ചയ്ക്ക് മുന്നേ വരെയുള്ള ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കണം. കാരണം ആ സമയത്താണ് ഇതിൽ എക്സാക്ട്ലി ആ ഒരു നമുക്ക് ഫീൽ ചെയ്ത എന്താണോ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. എനിവേ ഓവറോൾ പറയുകയാണെങ്കിൽ സിനിമ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് മലയാളത്തെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ അസ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.